നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ അവിടുത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകളെല്ലാം കൂടെ പുറത്താക്കിയത്. അത് പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിൽ ഉടനീളമുള്ള ഹിന്ദുക്കളായിട്ടുള്ളവരെ ആക്രമിക്കുക. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അതിൽ സാമ്പത്തികമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിൽ കയറി ആക്രമിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോകാത്തവരെയൊക്കെ കൊന്നുകളയുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കയ്യേറുക, വീടുകൾ കയ്യേറുക. കഴിഞ്ഞ ദുർഗാഷ്ടമിയുടെ രാത്രി പൂജ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ക്ഷേത്രത്തിലെത്തിയവർ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ അടിച്ച് തകർത്തിട്ടിരിക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സിഖുകാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും വളരെ പേരിന് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എല്ലാവരെയും കൊന്നുകളഞ്ഞു, ബാക്കിയുള്ളവരെ മതം മാറ്റി, അവരുടെ സമ്പത്തും എല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇവരെല്ലാം നിശബ്ദമായി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹമാണ് വർഷങ്ങളായിട്ട്. അഭയാർത്ഥികളായിട്ട് എത്തേണ്ട, അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വരുന്നുമില്ല. വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് അഭയാർത്ഥികളുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ബർമയിൽ നിന്ന് വരെ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. 40 വർഷത്തോളമായിട്ട് നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾ. നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്നവർക്ക് അതിൻ്റെ തിക്തഫലങ്ങൾ അത്ര പെട്ടെന്ന് അനുഭവിക്കണമെന്നില്ല. ഇന്ത്യയിലെ എല്ലാ നഗരപ്രദേശങ്ങളും, ഡൽഹി, ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ്, ഇതുപോലുള്ള എല്ലാ നഗരപ്രദേശങ്ങളും ഇവർ ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജോലി, നമ്മൾക്ക് കിട്ടേണ്ട സൗജന്യ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഇത്തരം ആൾക്കാരിലേക്ക് കൂടെ വിതരണം ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം പേരും കൂലിപ്പണിക്കാരാണ്. സർക്കാർ കൊടുക്കുന്ന സൗജന്യ റേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അത് കിട്ടാത്തപ്പോൾ പട്ടിണി കിടക്കുന്ന ആൾക്കാരുള്ളൊരു രാജ്യമാണ് ഇന്നും ഇന്ത്യ. അങ്ങനെ പട്ടിണി കിടക്കുന്ന ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തേക്കാണ് ഇത്രയും കോടിക്കണക്കിന് അഭയാർത്ഥികളെ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന എല്ലാത്തരം തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും ഇത്തരം അഭയാർത്ഥികളായിട്ട് വരുന്നവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വരുത്തിയത്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും 2014 മുമ്പ് വന്നിട്ടുള്ള അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് സ്വീകരിക്കുന്നത് എന്നായിരുന്നു തീരുമാനമെങ്കിലും ഈ കഴിഞ്ഞിടയ്ക്ക് ബംഗ്ലാദേശിലുണ്ടായ സംഭവ വികാസങ്ങൾ മൂലം 2025 വരെ ഇന്ത്യയിലേക്ക് എത്തുന്ന അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെ സ്വീകരിക്കാമെന്നാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഉടൻ തന്നെ ഒരു പ്രകടനം തുടങ്ങാൻ പോവുകയാണ്. അഭയാർത്ഥികളെ സ്വീകരിക്കണം, ന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അല്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഭൂരിപക്ഷങ്ങളാണ്. അവിടുത്തെ ഭൂരിപക്ഷങ്ങൾ അവിടുത്തെ ചവറുകളാണ്. അത്തരം ചവറുകളെ കൊണ്ടുവന്ന് തട്ടാനുള്ള ചവറ്റുകുട്ടയല്ല ഇന്ത്യ.